അപ്പോൾ നമ്മൾ വീണ്ടും വന്നത് ഗൈസ് നമ്മുടെ ആക്ഷൻ ഷിഫിൻ്റെ പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മളിന്ന് നിർത്തിയെടുത്ത് തന്നെ വീണ്ടും വന്നിരിക്കുന്നത്. നമ്മൾ ബാക്കി പരിപാടികൾ ചെയ്യാൻ പോകുന്നത് ഗൈസ്. ഞാൻ ഇവിടുത്തെ ഇത്തിരി സൈൻ ബോർഡൊക്കെ വിട്ട് വെച്ചിട്ടുണ്ട് ഗൈസ്. വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ ഇനി നമുക്കിതൊരു പേരും പിന്നെ ഇങ്ങനെ ഇത്തിരി ബ്യൂട്ടിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഏരിയ ഫുൾ സെറ്റ് ചെയ്ത് നമുക്കൊന്ന് ബ്യൂട്ടിയിട്ട് ഇങ്ങനെ വെച്ചാൽ ഒരു സെറ്റ് ആവണം. നമ്മൾ ഞാൻ പറഞ്ഞു ഇന്നത്തെ ഈ ഒരു വീഡിയോയുടെ നമ്മൾ ഫുൾ കംപ്ലീറ്റ് ആക്കേണ്ടതായിരിക്കും നമ്മുടെ ഈ പ്രോജക്റ്റ് സബ്സ്ക്രൈബേഴ്സ് നെയിം ബോർഡ് പ്രോജക്റ്റ്. സോ പേര് നമുക്ക് എഴുതി തുടങ്ങാം. അതിന് മുമ്പ് ബ്യൂട്ടിഫിക്കേഷൻ ചെയ്തതിൻ്റെ പേര് വേണോ ആ പേര് ചെയ്തതിൻ്റെ ബ്യൂട്ടിഫിക്കേഷൻ ചെയ്യണോ? അപ്പോൾ ഐശ്വര്യമായിട്ട് നമുക്ക് പേര് തുടങ്ങാം ഗൈസ്. സോ ആദ്യം തന്നെ നമ്മൾ എഴുതാൻ പോകുന്നത് വേറെ ആയില്ല ഗൈസ്, നമ്മുടെ MG ഗെയിമിങ്ങിനാണ്, MG പ്രോനാണ് എഴുതുന്നത്. പിന്നെ നമ്മൾ മല്ലുവിനാണ് ഗൈസ് എഴുതേണ്ടത്, മല്ലു ആർക്കേഡ്. പിന്നെ നമ്മുടെ പശുവിനെ എഴുതിയിട്ടുണ്ട്. പിന്നെ ഡീപ്സ്റ്റർ എഴുതിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ MNKFF എന്ന് പറഞ്ഞിട്ടൊരു പ്രൊഡ്യൂസർ നല്ലൊരു സപ്പോർട്ടിൻ്റെ പ്രോ ആയിരുന്നു, ആടെ എഴുതിയിട്ടുണ്ട്. അടുത്ത് നമുക്ക് നമ്മുടെ കോഴീനെ എഴുതാം, മിസ്റ്റർ കോഴി അതിനെ എഴുതിയിട്ടുണ്ട്. പിന്നെ അടുത്ത് നമുക്ക് SR10 എഴുതിയിട്ടുണ്ട്. SR10 അവനും കൂടി കേൾക്കാം. ഓക്കെ, അവനും കൂടി ചെയ്തിട്ടുണ്ട്. സ്ഥലം വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതിന് ഇനി അടുത്ത ആര് കാണാം? സൗരംഗ് പ്രോ സപ്പോർട്ട് ആളായിരുന്നു, ആടെ എഴുതിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ 1000 രാവുകൾ ആടെ മലയാളത്തിലായിട്ട് റെഡി ആകാത്ത മംഗ്ലീഷും കൂടി എഴുതിയിട്ടുണ്ട്. പിന്നെ സോണിനെ എഴുതിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഫ്രൈഡേ BT കുട്ടനെ എഴുതിയിട്ടുണ്ട്. അടുത്ത് നമ്മുടെ കണ്ണൻ കരിയാതൻ കുഴി എന്ന് പറഞ്ഞിട്ടൊരു പ്രോ ഉണ്ട്, ആളെ സപ്പോർട്ട് ആയിരുന്നു, ആടെ എഴുതിയിട്ടുണ്ട്. പിന്നെ അടുത്ത് നമ്മുടെ ഗോജ വൈറ്റ് ലൈഫ് 4 എഴുതിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ മോഹൻലാൽ ലാലേട്ടൻ എഴുതിയിട്ടുണ്ട്. ലാലേട്ടൻ അക്കൗണ്ടിൽ വന്ന കുരിപ്പിനെ എഴുതിയിട്ടുണ്ട്. പിന്നെ മൈൻക്രാഫ്റ്റ് എന്ന് പറഞ്ഞിട്ട് പ്രോനെ എഴുതിയിട്ടുണ്ട്. മൈൻക്രാഫ്റ്റ് എന്ന് പറഞ്ഞിട്ട് പണ്ടുണ്ടായിരുന്നു, അവനെ എഴുതിയിട്ടുണ്ട്. അവനിപ്പോൾ കാണാനില്ല കുറച്ച് ദിവസമായിട്ട്. പിന്നെ അടുത്ത് BZ ഗെയിമിങ് 11FF എഴുതിയിട്ടുണ്ട് സെറ്റ്. അടുത്ത് പിന്നെ നമ്മുടെ ബോർട്ടക്സ് ഹിയർ. പിന്നെ സ്പൈഡർ റൈസ് AC കുട്ടനെ എഴുതിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ബ്രൂട്ടോ MC പ്രോനെ എഴുതിയിട്ടുണ്ട്. പിന്നെ SK ഗെയിമർ മൈൻക്രാഫ്റ്റ് അക്കൗണ്ട്. പിന്നെ ആയിരുന്നു നമ്മുടെ ഹാർഡ് കോർ നന്ദൂസിനെ എഴുതിയിട്ടുണ്ട്. പിന്നെ ഈ ഏരിയയിലായിരിക്കുക AB വേൾഡ് 697 എഴുതിയിട്ടുണ്ട്. യോർക്ക് ADK എന്ന് പറഞ്ഞിട്ടുള്ള ബ്രോനെ എഴുതിയിട്ടുണ്ട്. റൂബി ഗെയിമിങ് MCP ഡ്രീം സിക്സേഴ്സ് അങ്ങനെ എന്താണ് ഈ പേരിന് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി. ഈ അടുത്ത് വിളി ഞാൻ ശരിയാക്കി ഞാൻ പറഞ്ഞുകൊണ്ട്. പിന്നെ എക്സ്പോ ഗെയിമർ ആയിരുന്നില്ല കറക്റ്റല്ലേ, എക്സ്പോ ഗെയിമർ വൈറ്റിന് എഴുതിയിട്ടുണ്ട്. പിന്നെ MDH ഹംദൂന് എഴുതിയിട്ടുണ്ട്. പിന്നെ HKMT പ്ലേസ് എഴുതിയിട്ടുണ്ട്. അടുത്ത് പിന്നെ ഞാൻ അറിയാറുണ്ട് നമ്മുടെ തണ്ടർ കമ്മ്യൂണിറ്റി. പിന്നെ ലാസ്റ്റായിട്ട് നമ്മുടെ IG ഗെയിമിങ്ങിനും കൂടി എഴുതിയിട്ടുണ്ട് സെറ്റ്. അതിൽ നിങ്ങളുടെ മിക്ക ആൾക്കൊരു പേര് ഞാൻ എഴുതുന്നതുകൊണ്ട് പിന്നെ അതിൻ്റെ എഴുതാത്തുണ്ടെങ്കിൽ നിങ്ങൾക്ക് അൺബോക്സിൽ പറഞ്ഞാൽ നമ്മൾ അടുത്ത വീട്ടിൽ എഴുതായിരിക്കും. സോ നിങ്ങളുടെ എല്ലാവരും പേര് നമ്മൾ എഴുതിയിട്ടുണ്ട് ഗൈസ്. പിന്നെ ഇതിൽ റെഗുലറായിട്ട് കാണുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും, പിന്നെ കാണാത്ത ആൾക്കാരുണ്ട്, ഇടയ്ക്കാണ് കമൻറ്റ് ആൾക്കാരുണ്ട്, കുറേ ആൾക്കാരുണ്ട്. എല്ലാവരും പേര് നമ്മൾ എഴുതിയിട്ടുണ്ട് ഗൈസ്. നമ്മുടെ കൂടെ കട്ടയ്ക്ക് സപ്പോർട്ട് ഉണ്ടായ കണ്ണൻ കുഴിയാതൻ കുഴി എന്ന് പറഞ്ഞിട്ടുള്ള പ്രോ. പിന്നെ നമ്മുടെ ഗെയിമിംഗ് വിത്ത് പശു MG മല്ലു ആർക്കേഡ് മിസ്റ്റർ കോഴി MNKFF എന്ന് പറഞ്ഞിട്ടുള്ള ബ്രോ. അങ്ങനെ കുറേ ആൾക്കാരെ പേരെടുത്തെടുത്ത് തന്നെ പറയണം ഗൈസ്, കാരണം അവർ നല്ല കട്ട് സപ്പോർട്ടുള്ളവരാണ് നമ്മൾ ഇവിടെ വരെ എത്തി. സൗരംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ബ്രോ, സോണ്, ഇങ്ങനെ കുറേ പേർക്ക് നമ്മളൊക്കെ നല്ല സപ്പോർട്ടുള്ള കാര്യമാണ് നമ്മൾ ഇപ്പോൾ ഇവിടെ വെച്ച് നിൽക്കുന്നത്. ഇനി 10 സബ് കൂടി മതി ഗൈസ്, 0 to 100 സബ്സ് ആണ്. നിങ്ങളുടെ സപ്പോർട്ടിന് നമ്മൾ പെട്ടെന്ന് തന്നെ ഇരിക്കുന്നത് 100 സബ്സ്. ഓക്കെ, എല്ലാം സെറ്റാണ്. പിന്നെ ഇവിടെ നമ്മൾ കണ്ട കുറേ പേര് ചെയ്യേണ്ട ഗൈസ്, നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ വായിക്കാൻ പറ്റുന്നതായിരിക്കും. KMT പ്ലേസ് എന്ന് പറഞ്ഞിട്ടുള്ള ബ്രോ എല്ലാവരും നമ്മൾ ചെയ്യേണ്ടത് സെറ്റാണ്. സോ ഇതിൽ പിന്നെ നമുക്ക് എന്തിട്ടൊക്കെ നമുക്ക് ഇനി പലരും പേര് ചെയ്യുന്നത് നമുക്ക് ബ്യൂട്ടിഫിക്കേഷൻ. അപ്പോൾ ഞാൻ ആരൊക്കെയെന്ന് വെച്ചാൽ നമുക്ക് ഇങ്ങനത്തെ അതായത് ഇവിടെ നിന്ന് ഇത്തിരി ബ്ലോക്ക് ചവിട്ടി പൊടിച്ച് കളഞ്ഞിട്ട് നമുക്ക് അവിടെ കയറ്റിയിട്ട് ഡയറേറ്റ് ആൻഡസൈറ്റ് കോപ്പിൾ സ്റ്റോണ് മാങ്ങാണ്ടി തേങ്ങ അങ്ങനത്തെ സാധനങ്ങളൊക്കെ നമ്മൾ കുത്തി അരച്ച് വെക്കിയിട്ട് ഒരു ടെസ്റ്റേഴ്സ് നമ്മൾ മാറ്റണം ഗീസ്. അല്ലാണ്ട് നമ്മളെല്ലാം പൊട്ടിക്കുകയാണെങ്കിൽ കുറേ ഞാൻ വയർക്കും. ഇതാകുമ്പോൾ പിന്നെ എത്ര സെയിൻ്റ് ഗീസ് കണ്ട ഇങ്ങനെ റാൻഡമായിട്ട് നമ്മളിങ്ങനെ ഉദ്ദേശിച്ച് ഇങ്ങനെ അല്ലേ റാൻഡമായിട്ട് ഇത്തിരി ബ്ലോക്ക് പൊട്ടിച്ചിട്ട് അവിടെ കൊണ്ട് നമ്മൾ അടയായിട്ടുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ഫുള്ള് പൊട്ടിയും ഗീസ്. അവിടെ കൊണ്ട് നമ്മളിങ്ങനെ സ്റ്റോൺ കണ്ട അനുസരിച്ച് ഇങ്ങനെ റാൻഡം പൈസ ചെയ്യുമ്പോൾ നമുക്കൊരു ടെസ്റ്റർ കിട്ടും ഗീസ്. അല്ലാണ്ട് ഫുള്ള് കൂടി പൊട്ടിക്കണമെങ്കിൽ ഒരു രസം ഉണ്ടാവില്ല. എനിക്ക് ഇങ്ങനത്തെ ഇത്തിരി കൂടി ഇഷ്ടം ഇങ്ങനെ ടെസ്റ്റേഴ്സ് മാറ്റുന്നത് 2 പ്ലേസ് ആക്കിയാൽ
സോ ഇതൊക്കെ അങ്ങനെ ഒന്ന് ചേഞ്ച് ആക്കണം. അതെല്ലാം ചേഞ്ച് ആക്കിയിട്ട് കാണിച്ചിരിക്കുന്നതല്ല, ഞങ്ങൾക്ക് ഒന്ന് പെട്ടെന്ന് ചേഞ്ച് ആക്കിയിട്ട് കാണാം ഗൈസ്. ഓക്കെ, അപ്പോൾ ഇതും കൂടി ഇവിടെ കൂടി വെച്ചാൽ സെറ്റ് ആയിട്ടുണ്ട്. അല്ലേ സെറ്റായി. ഓക്കെ, എല്ലാം സെറ്റായി ഗൈസ്. ഫുഡിൽ കണ്ടോ ഇപ്പോൾ ഒരു ടെസ്റ്റർ അവിടെ വയ്ക്കാൻ പറഞ്ഞത്. ഓക്കെ, ഇപ്പോഴത്തെ റെഡീസ് ആകെ ഒരു ലുക്ക് നേരത്തെ ചെയ്യാൻ പ്ലെയിനെ കിട്ടി നല്ല ടെസ്റ്റേഴ്സ് ഒന്ന് ഭാഗം ലുക്ക് ആയി ഗൈസ്. ഇതാണ് നമുക്ക് വേണ്ട, ഇതെങ്ങനെ നമുക്ക് വേണ്ടത്. ഓക്കെ, സോ ഈ കയറുന്ന വഴിയിൽ കൂടി നമുക്ക് ഇതുപോലെ വെച്ചേക്കാം, അല്ലെങ്കിൽ അവിടെ മാത്രം മാറിയതുപോലെ ആയിരിക്കും. ഇതെന്താണ് അവിടെ നിൽക്കുമ്പോൾ വേറെ എവിടെയാണ് ക്ലിക്കായി പോകുന്നത്. നമുക്ക് കോബിൾ സ്റ്റോണ് പിന്നെ എന്താ അതന്നെ ഇങ്ങനെ വെച്ചിട്ട് ഒരു ഈ ഗ്രാനൈറ്റ് മാത്രമാക്കുമ്പോൾ ഒരു രസമില്ലാതെ വരാം. നമുക്ക് ഇങ്ങനെ മാറ്റാം ഇവിടെ കൂടി പറ്റില്ല. ഈ രണ്ട് സൈഡിലെടുത്ത് മാറ്റാം നല്ലത്. ഡയറേറ്റ് കോബിൾ സ്റ്റോൺ സെറ്റ് കണ്ട ഇപ്പം ലുക്ക് മാറുന്നുണ്ട്. ഈ ആകെ ഒരു ടെസ്റ്റേഴ്സ് നമുക്ക് ലുക്കാകെ മാറുന്നുണ്ട്. ഇതാണ് നമുക്ക് വേണ്ടത് തന്നെ, അത് നമുക്ക് കിട്ടി. ഓക്കെ, അടുത്തത് ലേശം പച്ചപ്പ് നമുക്കിവിടെ കൊണ്ടുവരാം. സോ നമുക്ക് ഇതൊരു വൈൻസും ലീവ്സൊക്കെ അവിടെ ഇവിടെ ഒക്കെ കൊണ്ടുവയ്ക്കണം. വൈൻസ് നമുക്ക് ഈ സ്ഥലത്ത് തൂക്കണം ഗൈസ്, അപ്പോൾ ഇത്തിരി ലുക്ക് കിട്ടും. കണ്ടേ ഇങ്ങനത്തെ ഏരിയസിൽ ഇത്തിരി വൈൻസ് കൊണ്ട് വെച്ചാൽ ലുക്കൊക്കെ അങ്ങോട്ട് മാറി കണ്ട. വേറെ കണ്ട അവിടെ ചെറുതായിട്ടൊരു പച്ചപ്പ് വന്നവൻ ലുക്ക് മാറിയത് കണ്ട. ഇവിടെ വെച്ചേക്കാം. പിന്നെ കുറേ വേണ്ട, അത്യാവശ്യം വേണ്ട. നമുക്കൊരു പച്ചപ്പാണ്, ഇതിൻ്റെ അടിക്ക് ഒരു പച്ചപ്പും കിട്ടിയിട്ടില്ല. ഈ ടോർച്ച് ഒക്കെയാണ് ജപ ജപ നോക്കണം, പക്ഷെ ഇത്തിരി കൂടി പച്ചപ്പാണ് നമുക്ക്. ടോർച്ചിന് മാത്രം പച്ചപ്പ് കാര്യമില്ല, നമുക്ക് ഈ നെയിം ടാഗിൻ്റെ ഇടയിൽ വെച്ച രസം ഉണ്ടാവും. അവിടെ ഇരിക്കട്ടെ, ചിലതിൻ്റെ കടയിലേക്ക് അതും കൂടി പച്ചപ്പ് ഇരിക്കട്ടെന്ന് ഏത് മനസ്സിലായ അതന്നെ. ഞാൻ ലക്ഷ്യൻ്റെ ഓക്കിൻ്റെയും നമ്മുടെ ജംഗിളുടെ ലീവ്സ് എടുത്തുകൊണ്ട് അത് നമുക്ക് റാൻഡമായിട്ട് അങ്ങോട്ടും കൂടെ വയ്ക്കാം ഗൈസ്. ഇങ്ങനെ വെച്ചാൽ കുഴപ്പമില്ല. നമ്മുടെ ഈ ഗ്ലാസിൻ്റെ അവിടെ വയ്ക്കരുത് ഗൈസ്, ഗ്ലാസിൻ്റെ അവിടെ വെച്ചാൽ നമ്മുടെ ലുക്ക് പോവും, യുവിൻ്റെ ലുക്ക് പോവും. സോ നമുക്കൊരു ഇങ്ങനെ കുറേ വെച്ച ഒരു രസം അത് മതി തൽക്കാലത്ത്. ഇവിടെ ഇങ്ങനെ വെക്കാനേ അവിടെ നെയിമും അറിയില്ല. എങ്ങനെ വെച്ചാൽ ഇവിടെ വെച്ചാൽ നമ്മുടെ വ്യൂവും അറിയും. അപ്പോൾ എവിടെ വയ്ക്കും? വൈൻസ് നമ്മൾ അത്യാവശ്യം അവിടെ വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ നടുക്ക് വെച്ച ബോറാവോ? ആടാ അതപ്പുറത്തെ കാണില്ല. വേണമെങ്കിൽ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ നടന്നു വരുമ്പോൾ ഒരു ഡീവിയേഷൻ കിട്ടിയാണ്. പക്ഷേ അതും വേണ്ട, അങ്ങനെ വേണ്ട. നമുക്ക് ഈ സൈഡിൽ വയ്ക്കണ്ട, ഈ സൈഡിൽ തന്നെ വയ്ക്കാം. ഈ സൈഡിൽ നമുക്ക് പിന്നെ ഇത്തിരി ബ്ലോക്ക് ഇങ്ങനെ മാത്രമല്ല ഈ ഉള്ളിലേക്ക് വയ്ക്കാം. ഉള്ളിൽ ഇത്തിരി ബ്ലോക്കൊക്കെ പൊട്ടിച്ച് അങ്ങനെയും വയ്ക്കാം. കണ്ട ഇങ്ങനെ ഒരു ഐഡിയ പോലെ അതൊന്ന് ഫുള്ള് സെറ്റാക്കിയിട്ട് കാണിച്ചു ഗൈസ്. ഓക്കെ ഓക്കെ, സോ ലുക്ക് നോക്കി ഏതാ കണ്ട ലുക്ക് കണ്ട ഗൈസ്. ഇവിടെ രണ്ടെണ്ണം വെച്ച ഗൈസ്. അപ്പോൾ ഇത്രയും ലുക്ക് കിട്ടും. ലുക്ക് നോക്കണം, ഇപ്പോൾ കാട്ടിൻ്റെ ഉള്ളിൽ കയറുന്ന പോലെ ഉണ്ട്. മേളത്തിൽ കൊണ്ട് പിടിച്ച് നമുക്ക് സാൻഡ് സ്റ്റോൺ ഒക്കെ ഗൈസ്. അതാണ് ലുക്കിന് പ്രശ്നമായി, അതുകൊണ്ടൊക്കെ മാറ്റിയേക്കാം. അങ്ങനെ എല്ലാ പരിപാടിയും കഴിഞ്ഞ ഗൈസ്. ഇതാണ് ടോട്ടൽ ലുക്ക്. എൻ്റെ പച്ചപ്പെന്ന് കൊണ്ട് നമ്മളൊരു കാടാക്കിയിട്ടുണ്ട്. ലുക്ക് നോക്കണോ ഏതൊക്കെ എനിക്ക് നല്ല ഒരു ഗൈസ്. നേരത്തെ ചെയ്യേണ്ടി 10x അല്ല എത്ര മടങ്ങും ട്രേസ് നമ്മൾ പച്ചപ്പ് കൊണ്ടുവന്നു പോയി. ഈ ലേസും വൈൻസും ഗൈസ് മെയിൻ സാധനം. ലുക്ക് മാറ്റിട്ട് കണ്ട ഗൈസ്. നിങ്ങൾ നേരത്തെ ഇരുന്നത് ഇപ്പം ഇരുന്നത് നോക്കിയേ. ഇവിടെ എന്താണ് വെച്ചേ? ഇവിടെ നമുക്ക് ഇവിടുന്ന് ഉറങ്ങിയേക്കാം ഗൈസ്. ഇതും കൂടി ഇങ്ങോട്ട് ഉറങ്ങിയേക്കാം. സെറ്റ് അപ്പം എല്ലാ പരിപാടി കഴിഞ്ഞിട്ട് ഗൈസ് കണ്ട. ഇതിൻ്റെ ഉള്ളിലത്തെ ലുക്ക് ഫുൾ കഴിഞ്ഞിട്ട് ഗൈസ്. നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് നെയിം പോകേണ്ട ഇത് ഉൾഭാഗം ഫുൾ കഴിഞ്ഞ് നമുക്ക് പുറത്ത് ലേശം പരിപാടി ഉണ്ട്. ലേശം പരിപാടി ഉണ്ട് ഞാൻ കാണിച്ചു തരാം. എടാ മറ്റേ എന്താണ് ബ്രോ? അവൻ ആരുടെ നോക്കിയേക്കണം ഇങ്ങോട്ട് വന്നിട്ടേ. ഓക്കിൻ്റെയും നിന്നെന്താ ചെയ്യണ്ടേ? എടാ ഇവിടെ ഉള്ള മരം ഇവൻ വിൽക്കണ പട്ടിയർക്ക് തൽക്കാലം വിട്ടു എനിക്ക് പരിപാടിയുള്ളതുകൊണ്ട് മാത്രം. ഓക്കെ, സോ നമുക്ക് ഒരുത്തം കയറി വരണ്ട. എടാ നിനക്ക് മിട്ടാനുള്ള മിട്ടായെന്ന് എൻ്റെ കയ്യിൽ ഇതേ കയറി വരുന്നുണ്ട്. ഇവനൊക്കെ എന്താ അവിടെ മുങ്ങി കുളിക്കുന്നത്? തല്ലി കുറട്ടെ, ഇതിനൊക്കെ തല്ലി വേണമെങ്കിൽ സേച്ച പ്രശ്നം ഈ ഡ്രൗണാണ്. ഇതാണ് ഈ ഇവിടുന്ന് സ്പോൺ റേറ്റ് എന്ന് പറഞ്ഞാൽ ചക്ക കാണിക്കാനാണ് ബെഡ്റൂമിൽ. ഇതിനൊക്കെ തട്ടട്ടൊന്ന് ഒക്കെ തട്ടിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ബോൺ മീറ്റ് കൊണ്ടിരുന്നു ഇവിടെ കൊണ്ടിട്ട് ചെയ്യും. അയ്യോ എടാ സാൻഡിൻ്റെ മുകളിലൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. എടാ അങ്ങനെ പ്രശ്നമുണ്ടല്ലേ. അപ്പോൾ നമുക്ക് തിരക്കത്തേക്ക് വേഗം ബബിൾ പൊട്ടുന്നതിന് മുമ്പ് വേഗം കിട്ടും. ബബിൾ പൊട്ടാണ്ട് നോക്കണം, ഇതും ചെയ്യണം. നമുക്ക് ഇത്തിരി ബബിൾ ശ്വാസം എടുത്തിട്ട് വേഗം അടിയിൽ പോയിട്ട് നമ്മൾ ബ്യൂട്ടിഫിക്കേഷൻ ചെയ്യാൻ നോക്കാം. നമുക്ക് ഇവിടെ ഇത്തിരി ലീവ്സ് വെച്ചാൽ ഗൈസ് നമ്മൾ ലുക്ക് പക്ഷേ ഉള്ളിൽ നിന്ന് കാണാൻ പറ്റില്ല. എന്നാലും ഉള്ളിൽ നിന്ന് ഇങ്ങനെ വെച്ചാൽ കാണാൻ പറ്റും. ഓക്കെ, സോ ഗൈസ് ഈ ഒരു വീഡിയോയിലും കൂടെ ആയിരിക്കും ഞാൻ ഇങ്ങനെ വോയിസ് ഓവർ കൊടുക്കുന്നത്. അടുത്ത വീഡിയോ ആയിട്ട് നമ്മൾ ഈ ഗെയിമിൽ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്ന കാര്യമാണ് ഗൈസ്. റഷ് ചെയ്ത് അയ്യോ പച്ചത്തേനെ റഷ് ചെയ്ത് പറയണ്.
സോ അടുത്തോടെ നമുക്ക് വോയിസ് ഓവർ ഉണ്ട്, ഇൻ ഗെയിമിൽ നമ്മൾ സംസാരിക്കും. സോ സെറ്റ് ആയിരിക്കും ഇനിയുള്ള വീഡിയോസൊക്കെ നമുക്ക് ബോറടിക്കില്ല. ഈ ഒരു വീഡിയോ കൊണ്ട് ബോറടിക്കുന്നുണ്ടാവുള്ളൂ. ഈ സാൻഡ് സ്റ്റോണൊക്കെ ഒന്ന് പൊട്ടിയാൽ സാൻഡ് റീപ്ലേസ് ചെയ്യണം. അടുത്തുള്ള വീഡിയോസൊക്കെ കിഡായിട്ടിരിക്കും വരാൻ പോകുന്നത്. സോ നിങ്ങൾ വെയിറ്റ് ചെയ്യുക. ഈ ഒരു വീഡിയോ കൂടി നിങ്ങളൊന്ന് ചെറിയ കഷ്ടപ്പെട്ട് കാണുക. വ്യൂസ് കുറയുന്നെങ്കിൽ അറിയാൻ കുഴപ്പമില്ല. ഈ ഒരു വീഡിയോ കൂടെ അടുത്ത വീഡിയോ നമുക്ക് കംബാക്ക് അടിക്കാമെന്ന് ഓക്കെ. സോ ഈ സാൻഡ് സ്റ്റോണൊക്കെ ഒന്ന് പൊട്ടിച്ചിട്ട് നമുക്ക് സാൻഡ് വയ്ക്കണം. വേണ്ട അതിൻ്റെ മുകളിൽ ബോൺമീറ്റ് ചെയ്ത് നമുക്ക് ചെറിയ ചെറിയ കണ്ട ഇങ്ങനത്തെ ഗ്രാസ് കിട്ടും, ആ മൂവ്മെൻ്റ് ഉള്ളത്. അപ്പോൾ നല്ല ലുക്കായിരിക്കും. അതും കൂടി നമുക്ക് സെറ്റാക്കണം. അടിക്കായിരുന്നു നമുക്ക് പെട്ടെന്ന് നമ്മുടെ ബോൺമീറ്റ് ചെയ്യാം. സ്റ്റോണിൻ്റെ മുകളിൽ പറ്റില്ല, ഇവിടെ ചെറിയ സാൻഡ് അവിടെ ഈ സാധനം കിട്ടുക. ഇത് ലുക്ക് പറ്റും കണ്ട. ഇത് നമ്മൾ കോർ ലീഫിൻ്റെ അടുത്തേക്ക് കൊണ്ട് ഇത് കിട്ടുക. അയ്യോ വലിയ ഗ്രാസാണ്. വലിയ ഗ്രാസ് നമ്മുടെ ലുക്കിൻ്റെ വ്യൂവിനെ വധിക്കും. അങ്ങനെ ചെറിയ കുറ്റി ഗ്ലാസ് നല്ല എൻ്റെ പൊന്നു ചത്തില്ല. ഒരു അടുത്തവൻ ഇവനിപ്പോൾ സ്പോണാണോ എനിക്ക് അറിയില്ല. ഓക്കെ. സോ ഒന്നും കൂടി നമുക്കൊന്ന് അടിയേക്ക് പോന്നു. അയ്യോ പിന്നെ വലിയത് വേണ്ട, നമുക്ക് ചെറുത് മതി. അപ്പോഴാണ് നമ്മളെ ഈ കണ്ണാടിയുടെ ഉള്ളിൽ കൂടെ നമ്മുടെ ഉള്ളിൽ നിന്ന് ഗ്ലാസ് നോക്കുമ്പോൾ ഒരു ലുക്ക് കിട്ടും, ഒരു മൂവ്മെൻറ്റ് കിട്ടും നമുക്ക്. മനസ്സിലായി? മീൻ കുട്ടികളുടെ ഇതും കിട്ടും. പിന്നെ ഈ ഗ്രാസിൻ്റെ ഇടയ്ക്കൊക്കെ മീനൊക്കെ പോകുമ്പോൾ ഒരു ആസ്തറ്റിക് വൈബ്. നമുക്ക് ആസ്തറ്റിക് ആണ് വേണ്ടത്. അയ്യോ ചത്ത് ആസ്തറ്റിക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ ചത്താനെ. ഓക്കെ. മട്ടൻ കഴിക്കായിരുന്നു. മട്ടൻ ബീഫ് കഴിച്ചാൽ കഴിച്ച് എങ്ങാനും റൗണ്ടിട്ട് നമ്മൾ പടാവും ഹരോഗ. ഓക്കെ. അടുത്ത പാട്ട് ട്രേഡറാ മോസ് ബ്ലോക്ക് വരുന്നത്. ഒരാമറാളുണ്ട് നമ്മളെ, ഒരാമറാളുടെ ഉണ്ട്. അവിടെ മോസ് ബ്ലോക്ക് സെറ്റ് നമുക്ക് വീട്ട് വാങ്ങാൻ കഴിച്ചിക്കണ്ട. അവിടെ നല്ലൊരു ട്രേഡറായിട്ട് നമുക്ക് മോസ് ബ്ലോക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ഇത്തിരി ലുക്കാകാൻ പറ്റും ഈ ചടിയിൽ. അത് ഞാൻ എന്തായാലും ഓഫ് ക്യാമറ ലുക്കാകാൻ കഴിച്ചു. വെറുതെ സമയം കളയണ്ട. ഞാൻ ഈ അയ്യോ വേറെ എമറാൾഡ് ഇല്ലേ, ഐറ്റം ഫ്രെയിമിൽ വെച്ച് എമറാൾഡ് തന്നെ എടുക്കേണ്ടി കേസ്. നമുക്ക് ഇങ്ങനെ എമറാൾഡ് കിട്ടണമെങ്കിൽ നമുക്ക് ഐറ്റം ഫ്രെയിമിൽ കൊണ്ട് വെച്ചേക്കാം. വലിയ ഡീസ്പോണാവില്ല, ചതിക്കല്ല വെച്ചാൽ നീയേ ഉള്ളൂ നമുക്ക്. ഓക്കെ അണ്ടർസ്റ്റാൻഡ്? നീ മുത്താണ് മുത്ത്. നിനക്ക് എന്താ കണ്ടേ? നിനക്ക് വേണമെങ്കിൽ ഒരു സാമ്രാജ്യം ഒരു താജ്മഹൽ കെട്ടട്ടെ. ഓ കിട്ടി കിട്ടി കിട്ടി. നീ നല്ല വേണം. നിനക്ക് ഞാൻ ഒരു താജ്മഹൽ വേണമെങ്കിൽ നിനക്ക് ഞാൻ ഇന്ത്യൻ ഫോർട്ട് അല്ലല്ലോ ഇന്ത്യൻ ഗേറ്റ്. ഞാൻ അവിടെ ഇന്ത്യൻ ഗേറ്റാണ് ജപ്പാനീസ് ഗേറ്റ് ആയിരുന്നു. പോട്ടെ നീ അവിടെ നിങ്ങൾക്ക് പണിയാടാ. ഓക്കെ. മോസ് ബ്ലോക്ക് കിട്ടിയാടാ പപ്സേ. നീ ഇത് വലുത് അറിയണ്ടേ? ഓക്കെ. ഞമ എല്ലാ പ്രൊഡക്റ്റും കഴിഞ്ഞിട്ട് നമ്മുടെ ഫുൾ ആൻഡ് ഫുൾ പവർ നമ്മുടെ ഈ ആർമർ കിട്ടുന്നത് രസലേസ് ഒന്ന് മാറ്റാം. ഓക്കെ. നീ മുത്താടാ നീ. മീനുകുട്ടിയെ മീനുകുട്ടി അവിടെ ചില്ലിങ്ങനെ ഞാൻ അവർക്കൊക്കെ ഒരു വീട് ഉണ്ടാക്കണം. നമുക്ക് അടുത്ത വീട്ടിലൊക്കെ നമുക്ക് സെറ്റ് ആക്കാം. നിങ്ങളുടെ ഐഡിയാസും കൂടി പറയും. നിങ്ങളുടെ ഐഡിയാസും കൂടി ഈ വേൾഡിൽ ഞാൻ കൊണ്ടുവരണം. അണ്ടി ഞാൻ പറയാം എൻ്റെ ചുളുവിൽ അത് പറയണ്ട. ഓക്കെ. സോ ഇങ്ങനെ നമ്മൾ അടിക്ക് പോയാൽ ജബാ ഇപ്പുറത്തൊന്നും കാണില്ല. ഈ സൈഡിൽ ലുക്ക് വെക്കുമ്പോൾ മറ്റു ഇതുകളൊക്കെ വെച്ചിട്ട് ഫോറസ്റ്റ് പോലെ ആക്കി. ഒരു ഫോറസ്റ്റാണോ കാട്? ഓക്കെ. അതുപോലെ ആക്കിയിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ കൂടെ നോക്കുമ്പോൾ നോക്കാം ഒരു മൂവ്മെൻറ്റ് കിട്ടുന്നുണ്ട്. ഈ സൈഡിൽ കണ്ടാ പുല്ല് വന്നപ്പോൾ ഒരു നിങ്ങൾക്ക് അത് മനസ്സിലാവണം. ഞാൻ പറഞ്ഞിട്ട് മനസ്സിലായി. വേറൊരു വൈബ് കണ്ട. നിങ്ങളൊന്ന് ആ വൈബ് ഒന്ന് കേട്ടോ. ഞാൻ മുന്നേ നേരം കണ്ട ഒരു വെള്ളത്തിൻ്റെ ഒരു മൂവ്മെൻറ്റ്. ചിലർക്ക് മാത്രം ഹെഡ്ഫോൺ വെച്ചിട്ട് മാത്രം കേൾക്കുള്ളൂ ഗൈസ്. ഒരു വെള്ളത്തിൻ്റെ ഒരു മൂവ്മെൻറ്റ് കണ്ട ഒരു സൗണ്ട്. അയ്യോ എടാ ഒരു വേറെ വൈബാണ് എൻ്റെ പറ്റുമോ. സെറ്റായിട്ടുണ്ട്. സോ ഇതൊക്കെയാണ് പരിപാടി. ഈ ഞാൻ ഡെക്കറേഷനൊക്കെ നിങ്ങൾക്ക് അത്ര റേറ്റ് ചെയ്ത് നിങ്ങൾ. ഓക്കെ. സ്വന്തം നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ നിർത്തണമെങ്കിൽ നമ്മൾ ഇന്നത്തെ വീഡിയോകളൊക്കെ ചെയ്യുന്നുണ്ട്. നമുക്ക് ഇത്രയും വൈൻസ് ഒന്നും വേണ്ട. ഇത്രയൊക്കെ പിടിച്ചാൽ ഗൈസ് കുറേ വൈൻസ് ആയി ലുക്ക് ഉണ്ടാവില്ല. സോ നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മൾ കഴിയുന്നുണ്ട് ഗൈസ്. ഞാൻ വേണമെങ്കിൽ ഇതിനോട് എന്തെങ്കിലുമൊക്കെ എൻ്റെ ഐഡിയ വരികയാണെങ്കിൽ ഞാൻ ഇവിടെ സെറ്റാക്കി വെച്ചിട്ട് അടുത്ത വീട്ടിൽ കാണിച്ചു തരാം. സോ എന്തായാലും നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തണം ഗൈസ്. എല്ലാവർക്കും ഇഷ്ടപ്പെടാൻ കഴിക്കുന്നുണ്ട്. ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക ഗൈസ്. അടുത്തൊരു പുതിയൊരു വീഡിയോയിൽ നമുക്ക് പെട്ടെന്ന് തന്നെ കാണാം. അല്ലെങ്കിൽ മൊബൈൽ തെറ്റാ.